യേശുനാഥനിലൂടെ പിശാചുക്കളെ പരാജയപ്പെടുത്തുവാൻ പ്രാർത്ഥിക്കുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 14 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ്. കർത്താവായ യേശുനാഥനെ ഫരിസേയർ കുറ്റപ്പെടുത്തുന്നു. പിശാചുക്കളുടെ തലവനായ ബെൽസെബൂലിനെ കൊണ്ടാണ് അവൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് എന്ന്. ശേഷം പിശാചിനെ തിരിച്ചറിയുവാനുള്ള ഒരു മന്ത്രം കൂടി സുവിശേഷത്തിൻ്റെ അന്ത്യഭാഗത്ത് കർത്താവ് പറഞ്ഞു തരും. എന്നോട് കൂടെയല്ലാത്തവൻ എനിക്ക് എതിരാണ്, എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ച് കളയുന്നു എന്ന്. യേശുവിന് 2 ശത്രുക്കളെ നേരിടേണ്ടി വരുന്നു. 1 പിശാചും, 2 ഫരിസേയരും നിയമജ്ഞരും. പിശാച് പലതരത്തിലാണ് മനുഷ്യനിൽ ഇടപെടുന്നത്. ശാരീരിക അസ്വാസ്ഥ്യതകളും ബുദ്ധിപരമായ ചിന്തകളിലും ധാർമ്മിക ചിന്തകളിലും പിശാച് ഇടപെടും. യേശുവിൻ്റെ എതിരാളികൾ. സാത്താൻ്റെ ശക്തിയാൽ അവൻ പിശാചുക്കളെ പുറത്താക്കിയെന്ന് അവകാശപ്പെട്ട് യേശുവിൻ്റെ എതിരാളികൾ അവനെ അപകീർത്തിപ്പെടുത്തുവാൻ ശ്രമിച്ചു. ഫരിസേയർ വിശുദ്ധ അധിനിവേശത്തെ എതിർക്കുന്ന ശക്തികളെ പ്രതിനിധീകരിക്കുന്നു. അവർ ആത്മീയമായി അന്ധരായിരുന്നു. പഴയ നിയമകാലത്ത് രോഗം പാപത്തിൻ്റെ ഫലമായാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. ആ മനുഷ്യൻ സുഖം പ്രാപിച്ചപ്പോൾ സാത്താൻ്റെ ശക്തിയാൽ ആ മനുഷ്യൻ സുഖം പ്രാപിച്ചു എന്ന് ഫരിസേയർ തീരുമാനിച്ചു. സാത്താൻ ആരെയും സുഖപ്പെടുത്തുന്നവനല്ല. അതിനാൽ തന്നെ ഫരിസേയർ എത്ര അന്ധരും മൂഢരുമാണെന്ന് അവർ തന്നെ തെളിയിക്കുന്നു. അത് അഡോൾഫ് ഹിറ്റ്ലറുമായി ചേർന്ന് സഖ്യകക്ഷികൾ 2-ാം ലോക മഹായുദ്ധത്തിൽ വിജയിച്ചതിന് തുല്യമല്ലേ? യേശു ഫരിസേയർക്ക് ഈ യുക്തിയിലൂടെ ഉത്തരം നൽകി. 4 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. 1. സാത്താൻ ദൈവജനത്തെ നിയന്ത്രിക്കുവാൻ ആഗ്രഹിക്കുന്നു. 2. ഊമനായ മനുഷ്യൻ പിശാചിൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് മോചിതനായി. 3. പിശാചിൻ്റെ ബന്ധനത്തെ കീഴടക്കുവാനുള്ള ശക്തി പിശാചിന് എതിരാണ്. 4. ഇത് സാത്താൻ്റെ പ്രവർത്തനമായിരുന്നുവെങ്കിൽ അവൻ്റെ പദ്ധതി പരാജയപ്പെടും. യേശു നമ്മുടെ ജീവിതം ഭരിക്കുമ്പോൾ സാത്താൻ ചെറുത്ത് നിൽക്കുവാൻ ശ്രമിക്കുന്നു. നാം നമ്മുടെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നാൽ സാത്താന് പരാജയം അടയുവാനേ തരമുള്ളൂ. 2ാമത്തെ ചിന്തയിൽ മനുഷ്യരിൽ നിന്ന് പിശാചുക്കളെ പുറത്താക്കുവാനുള്ള യേശുവിൻ്റെ കഴിവ് ദൈവരാജ്യം അവരുടെ മേൽ വന്നിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് എന്ന് യേശു വിശദീകരിക്കുന്നു. ബലവാന്റെ സാധനങ്ങൾ കൊള്ളയടിക്കാൻ വേണ്ടി ബലവാനെ പുറത്താക്കുകയാണ് പിശാചുക്കളെ പുറത്താക്കുന്നതിലൂടെ താൻ ചെയ്യുന്നത് എന്ന് കർത്താവ് വിശദീകരിക്കുകയാണ്. ഇവിടെ ബലവാൻ എന്നുദ്ദേശിക്കുന്നത് പിശാചിനെ തന്നെയാണ്. 3-ാം തലത്തിൽ തിന്മയെ നന്മയെന്നും നന്മയെ ചീത്തയെന്നും വിളിക്കുമ്പോൾ നാം നമ്മുടെ ആത്മാവിനെ തന്നെ അപകടത്തിലാക്കുന്നു. ഇന്ന് നമ്മൾ ജീവിതത്തിൽ വിഘടിക്കുന്നതും അപകീർത്തികരവുമായ കാര്യങ്ങളെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ലൗകിക സന്തോഷങ്ങൾ ഇന്ന് ആത്മീയ സന്തോഷങ്ങളെ കീഴടക്കുന്നത്. യേശുവിൽ വിശ്വസിക്കാത്തതിൻ്റെ അനന്തരഫലം വളരെ വലുതാണ്. നമുക്ക് നിഷ്പക്ഷത പാലിക്കാൻ കഴിയില്ല. നമ്മൾ ഒന്നുകിൽ യേശുവിന് വേണ്ടി അല്ലെങ്കിൽ യേശുവിന് എതിര്. നാം യേശുവിനെ പിന്തുണച്ചില്ലെങ്കിൽ സാത്താൻ നമ്മുടെ ആത്മാക്കളെ കീഴ്പ്പെടുത്തും. അതിനാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ മുന്നിൽ, നന്മയ്ക്കും തിന്മയ്ക്കും മുന്നിൽ നിഷ്പക്ഷത നമുക്ക് സാധ്യമല്ല. യേശുവിൻ്റെ അത്ഭുതങ്ങൾ അഭൂതപൂർവമായ ഒന്ന് കൊണ്ടുവരുന്നതായി യേശു കണ്ടു. അത് ദൈവത്തിൻ്റെ ആധിപത്യത്തിൻ്റെ ശക്തിയാണ്. വിജയിക്കണമെങ്കിൽ ഒരു രാജ്യം ഏകീകരിക്കപ്പെടണമെന്ന് സാത്താന് അറിയാം. അവൻ്റെ ഏറ്റവും വലിയ ആക്രമണങ്ങളിലൊന്ന് നമ്മുടെ വീടുകളിലും പള്ളികളിലും സമൂഹങ്ങളിലും വളരെയധികം ഭിന്നിപ്പുണ്ടാക്കുക എന്നതാണ്. സ്നേഹിക്കാനും സേവിക്കാനും വിളിക്കപ്പെട്ടവരിൽ നിന്നാണ് ആക്രമണങ്ങൾ വരുന്നതെന്ന് അവൻ നമ്മെ വിശ്വസിപ്പിക്കുവാൻ ശ്രമിക്കും.
നമ്മിലുള്ള വിഭജനങ്ങൾ നമ്മിൽ തന്നെ നമ്മുടെ കുടുംബത്തെ സ്തംഭന അവസ്ഥയിലേക്ക് നയിക്കും. സാത്താനെ കുരിശിൽ തോൽപ്പിച്ച ശക്തനായ മനുഷ്യനാണ് യേശു. ഇന്നും സാത്താനെ തോൽപ്പിക്കാൻ കഴിയും. എഫേസ്യസ് ലേഖനത്തിൽ 6 പൗലോസ് എഴുതുന്നു, ദൈവത്തിൻ്റെ സമ്പൂർണ്ണ കവചം കൊണ്ട് അവൻ നമ്മെ സജ്ജരാക്കുന്നു. ഈ ഉപകരണം ഉപയോഗിച്ച് നമുക്ക് സാത്താൻ്റെ മേൽ വിജയം നേടാനാകും. ശക്തനായ സാത്താൻ്റെ ഭവനം യേശു പരാജയപ്പെടുത്തി. അവൻ സാത്താനെ ബന്ധിച്ചിരിക്കുന്നു. അന്തിമ വിജയം വരുന്നു. ഈ ലോകത്തിലെ പിശാചിനേക്കാളും തിന്മയുടെ ശക്തികളെക്കാളും ശക്തമാണ് ദൈവ രാജ്യം. പ്രിയരെ, ഈ തപസ്സുകാലത്ത് ബോധപൂർവം നമുക്ക് ക്രിസ്തുവിനോട് ചേർന്ന് തിന്മയെ പരാജയപ്പെടുത്താം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.